പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാൻ ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതാധികാര സമിതി യോഗം അവസാനിച്ചു. ആരോഗ്യവകുപ്പ് അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ശുപാർശ ഉന്നതാധികാര സമിതി സർക്കാരിന് നൽകും. പകർച്ചവ്യാധി പ്രതിരോധവുമായി ബന്ധപ്പെട്ട ഹൈപ്പവർ കമ്മിറ്റി കൂടിയാണ്. ഇന്ന് ശുപാർശ അങ്ങേക്ക് ലഭിക്കും. ആ ശുപാർശയാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഹൈപ്പവർ കമ്മിറ്റിയുടെ ശുപാർശകൾ അതെങ്ങനെ ഇതിനെ പ്രതിരോധിക്കാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തതയുണ്ട്. കാരണം ഇപ്പോൾ പറഞ്ഞല്ലോ, ഈ മഴക്കാല പോലെ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഒരു അഭാവമാണ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വ്യാപിക്കാനുള്ള കാരണം. അതേതായാലും ഇപ്പോൾ അത് കൺട്രോൾഡാണ്, അങ്ങനെ ആശങ്കപ്പെടാൻ കഴിയില്ല. രാഹുൽ ജിനാഥ് വിവരങ്ങളുമായുണ്ട്. രാഹുൽ, എന്തൊക്കെയാണ് സുപ്രധാന തീരുമാനങ്ങൾ? എന്തായാലും ഇപ്പോൾ ആ യോഗം കഴിഞ്ഞ് അല്പനിമിഷം മുമ്പാണ് യോഗം അവസാനിച്ചത്. എന്തായാലും മന്ത്രി ഇത്തരത്തിൽ നിർദ്ദേശങ്ങളെല്ലാം നേരിട്ട് തന്നെ കേട്ടു. ഈ തദ്ദേശ ഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട ആളുകളുണ്ടായിരുന്നു, ജനപ്രതിനിധികളുണ്ടായിരുന്നു. ഒപ്പം ഈ ആരോഗ്യ വിഭാഗത്തിലുള്ള ഡോക്ടർമാരുടെ വലിയ സംഘമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ വലിയ അഭിപ്രായങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നു. മന്ത്രി ഉയർത്തിക്കാട്ടിയ ആദ്യ വിഷയം തന്നെയാണ് ഏറ്റവും പ്രാധാന്യത്തോടെ പരിഗണിക്കേണ്ടത് എന്ന തീരുമാനത്തിലാണ് ഇപ്പോൾ ഒരു യോഗം എത്തിയത്. അത് മാലിന്യ സംസ്കരണം തന്നെയാണ്. മാലിന്യ സംസ്കരണം കൃത്യമാക്കുക എന്നുള്ളതാണ്. ഒരിടത്തു നിന്ന് മാലിന്യം മറ്റൊരിടത്തേക്ക് കൊണ്ടിടുന്ന രീതി അത് അവസാനിപ്പിക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ തന്നെ ഇത്തരത്തിൽ മന്ത്രി ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം പറഞ്ഞിരുന്നു. ഏറ്റവും പ്രധാനമായ മറ്റൊരു കാര്യം ജനപങ്കാളിത്തം പ്രതിരോധ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതിൽ സ്കൂളുകളാകട്ടെ, റെസിഡൻസ് അസോസിയേഷനുകളാകട്ടെ, അവിടെ നിന്നുള്ള ആളുകൾ ഇതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കണം. പ്രതിരോധ പ്രവർത്തനങ്ങൾ കൃത്യമായി ഏകോപിപ്പിക്കാൻ അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ജനപങ്കാളിത്തം വലുതാക്കണമെന്ന തീരുമാനമാണ് ഇപ്പോൾ എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു തീരുമാനമായി വരിക. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ആദ്യഘട്ട ചർച്ച ഇപ്പോൾ നടന്നിരിക്കുകയാണ്. നാളെ മന്ത്രിയെ ഈ ശുപാർശകൾ ഈ സമിതി തന്നെ നേരിട്ട് അറിയിക്കുന്നുണ്ട്. അതിനുശേഷമാകും ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുക. അതിനുശേഷം ഈ തീരുമാനങ്ങൾ ജില്ലാ ഘടകത്തിലേക്ക് അറിയിക്കുകയും തുടർന്ന് പ്രാദേശിക തലത്തിലുള്ള തദ്ദേശ തലത്തിലുള്ള ഘടകങ്ങളിലേക്ക് ഇത് കൈമാറുകയും ചെയ്യും. അങ്ങനെ ഈ പ്രവർത്തനം ഏറ്റവും അടിത്തട്ടിലേക്കും എത്തിക്കുക എന്നുള്ള തീരുമാനത്തിലാണ് നിലവിലുള്ളത്. നിലവിൽ എന്തായാലും ഇത് സ്ഥിരം സമിതിയാണോ എന്നതിൽ ഒരു വ്യക്തത ഉണ്ടാകുന്നില്ല. അപ്പോഴും ഈ സമിതി കൃത്യമായി പ്രവർത്തിക്കും. കൃത്യമായൊരു കലണ്ടർ പ്രകാരം പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമെന്ന് തന്നെയാണ് മന്ത്രി പറയുന്നത്. നിലവിൽ എന്തായാലും ഇത്തരം തീരുമാനങ്ങളാണ് ഇപ്പോൾ ഈ ഉന്നതാധികാര സമിതി ആദ്യ യോഗം കൈക്കൊണ്ടിട്ടുള്ളത്.